ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ആദ്യം വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം പിന്നെ ഇടയ്ക്ക് പാട്ടും പിള്ളേരുടെ ബഹളമൊക്കെ കാരണം ഞാനത് പിന്നെ വോയിസ് കട്ട് ചെയ്തു. അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് കാന്താരി മുളക് അടർത്തണമെന്ന്. പക്ഷെ നടക്കുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുമ്പോൾ കാന്താരി വെള്ളമായി നിൽക്കില്ലേ, അത് അന്നേരത്തേക്ക് അടർത്തി വെച്ചിട്ടും പ്രയോജനമൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു മഴയൊക്കെ തോർന്നിട്ട് അടർത്താമെന്ന് കരുതിയിട്ടാണ് കേട്ടോ നിർത്തിയിരുന്നത്. പിന്നെ അതിലെ കാന്താരി അടർത്തി കുറേ സമയം, ഒരു അരമണിക്കൂറെങ്കിലും വേണ്ടി വരും ഈ കാന്താരി മൊത്തം അടർത്തിയെടുക്കണമെങ്കിൽ. ഈ ഒരു കാന്താരിയിൽ ഈ തൈയിൽ നിന്ന് കുറേ കിട്ടും. എനിക്കൊന്ന് തൂക്കിക്കഴിഞ്ഞൊരു അരക്കിലോ ആ ഒരു റേഞ്ചിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കൊച്ചൊരു പാത്രം കിണ്ണിയും കൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള കാന്താരി മുളകാണ്. നമ്മളിതെല്ലാം അടർത്തിയെടുക്കുമ്പോഴേക്കും കുറേ സമയമാവും അതിന്. പിന്നെ വൈകുന്നേര സമയത്ത് മിക്ക ദിവസവും മഴയാണ്, പിന്നെ അതുപോലെ കൊതുകടി കാരണം അടക്കാനും മടിയാണ്. അങ്ങനെ വിട്ടിരുന്നതാണ്. ഇന്ന് എന്തായാലും ഉറപ്പിച്ച് ഞാൻ കാന്താരി അടക്കാമെന്ന് കരുതി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് അടർത്തിയെടുക്കണം. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരോടാണ്, നമുക്കിഷ്ടമുള്ള നമ്മുടെ ഒരു വീട്ടിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോസ് ഇടുന്നത്. അപ്പം ഞാൻ താമസിക്കുന്നത് റെൻറ്റിനാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ സാറിൻ്റെ പുരയിടത്തിലുള്ള സാധനങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ആയിട്ട് ഇടുന്നത്. അല്ലാണ്ട് എൻ്റെ വസ്തുവോ കാര്യങ്ങളോ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ നമ്മളെ കൊച്ചു വീടാണ്, നമ്മൾ റെൻറ്റിനാണ് താമസിക്കുന്നത്. അപ്പോൾ ആ വീട്ടിലുള്ള വിശേഷങ്ങളൊക്കെ പിന്നെ വഴിയെ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഇട്ട് തരാം. അപ്പോൾ ഇത് നമുക്ക് ഓരോന്നായിട്ട് അടർത്തിയെടുക്കാം. പിന്നെ ഒരു കാര്യം, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതൊരു താല്പര്യത്തോടെ ചെയ്യുവാണെങ്കിൽ നമുക്ക് എല്ലാ ജോലിയും, എന്ത് ജോലിയായിരുന്നാലും ആസ്വദിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെ കുറ്റം പറയുന്നവരും നമ്മളെ നെഗറ്റീവ് പറയുന്നവരും അല്ലെങ്കിൽ നമ്മളെ പറഞ്ഞ് തളർത്താൻ ശ്രമിക്കുന്നവരെല്ലാം അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിലൊന്നും മൈൻഡ് ചെയ്യാണ്ട് നമ്മുടെ പ്രവൃത്തിയിൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് സത്യമെന്ന്, അല്ലെങ്കിൽ നമ്മുടെ നേരായ പാതയിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ എല്ലാം ഓക്കെ ആയിട്ട് സെറ്റായിട്ട് വരും. ഈ ഒരു കാന്താരി മുളക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത്യാവശ്യം മഴയത്ത് കുറേ വാഴകളും കാര്യങ്ങളൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ ആദ്യം ഫോൺ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് കുറേ മുളക് ഇങ്ങനെ അടർത്തി പാത്രത്തിട്ടിട്ട്, അപ്പോഴേക്കും പിന്നെ പറ്റില്ല, ഫോണും നമ്മളെ കാന്താരി മുളകും കൂടെ അടർത്തുന്നതിന് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ട് കാരണം ഞാൻ പിന്നെ അത് ഫോൺ താഴെ വെച്ചിട്ട് ഒരരികേന്നങ്ങ് പറിച്ച് തുടങ്ങി. അത്യാവശ്യം ഒരു പാത്രം നിറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കൊണ്ടുവന്ന പാത്രം നിറഞ്ഞ് കളഞ്ഞപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലും കൂടെ ആക്കി. അങ്ങനെ നിറച്ചുണ്ടായിരുന്നു, ഇപ്രാവശ്യം നിറച്ച് മുളകുണ്ടായിരുന്നു. ഇതെല്ലാം അടക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായില്ല കേട്ടോ. നമുക്ക് ഉപ്പിട്ടോ അല്ലെങ്കിൽ അച്ചാറിടുമ്പോഴോ, അല്ലെങ്കിൽ സാധാരണ ഞാനിവിടെ ചെയ്യുന്നത് നെല്ലിക്ക ഉപ്പിലിടുമ്പോഴോ അല്ലെങ്കിൽ മാങ്ങ ഉപ്പിലിടുമ്പോഴോ അതിൻ്റെ കൂടെ ഈ മുളകും കൂടെ ചേർത്ത് ഇടാറുണ്ട്. അല്ലാണ്ട് അച്ചാറിടുമ്പോൾ മിനിമം ഒരു 20, 25, 30 ആ ഒരു റേഞ്ചിൽ നമ്മൾ കാന്താരി ചേർത്ത് കൊടുക്കുന്നത്. അത് വെള്ള അച്ചാറാണെങ്കിൽ മാത്രമാണ് കേട്ടോ നാരങ്ങ, അല്ലാണ്ട് മറ്റേ മുളക് പൊടി ഇട്ടിട്ടാണെങ്കിൽ ഇതും ചേർക്കത്തില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഒരു പാത്രം മുളകാണ് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയത് കേട്ടോ. ഞാനപ്പോൾ അത് ഒരു പാത്രവും ബാക്കിയുണ്ടായിരുന്നു, രണ്ടും കൂടെ ഞാനത് ഒരുമിച്ച് തട്ടുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ നമ്മളെ ചോറിടുന്ന ഒരു പാത്രം കാന്താരി മുളക് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര നമുക്കിപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൻ പുറത്തുള്ളതൊക്കെ ഒന്നും ഇതിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാവില്ല. പുറത്തോട്ട് ഗൾഫിലോട്ടൊക്കെ ആണെങ്കിൽ ഈ കാന്താരി ഒരു 10 കിട്ടുമ്പം തന്നെ അവർക്കൊരു ഭയങ്കര സന്തോഷവും. അതുപോലെ തന്നെ ചീനി, ഉണക്കമീൻ, കാന്താരി ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടുമ്പോൾ ഗൾഫിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അതൊരു ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവർക്ക് മിക്ക വീടുകളിലും എല്ലായിടത്തും കാന്താരി ഉണ്ട്. ഇതൊരു പുതുമയല്ല എങ്കിലും എൻ്റെ ഒരു സന്തോഷം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ നിങ്ങളുടെ കമൻസുകളും ഞങ്ങൾ വായിക്കുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ എത്തിയത്. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.